ജില്ലയിലെ നിരവധി അനധികൃത സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റുകളുടെ സംഘാടനത്തിലും ചടങ്ങുകളിലും ഡിഎഫ്എ ഭാരവാഹികൾ പങ്കെടുത്തതിന്റെ ചിത്രങ്ങളും വീഡിയോകളും സഹിതമാണ് ആക്മി ക്ലബ് ഭാരവാഹികൾ ആരോപണങ്ങൾ ഉന്നയിച്ചത്. ഇത് സംബന്ധിച്ച് കേരള ഫുട്ബോൾ ക്ലബ് പരാതി നൽകിയതായും അവർ അറിയിച്ചു. സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ എന്ന സംഘടനയുടെ ടൂർണമെന്റുകൾ സംഘടിപ്പിക്കുന്നതിന് അവസരം നൽകുന്നതിനാണ് കഴിഞ്ഞ വർഷത്തെ ഡിഎഫ്എ ലീഗ് ടൂർണമെന്റ് ജൂൺ മാസത്തിലേക്ക് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹികളായ കെ വീരമണിയും സെക്രട്ടറി ടി.കെ.എം. റഫീഖും ഷെഡ്യൂൾ മാറ്റി നീട്ടിയതെന്നും ഇവർ ആരോപിച്ചു. കെ.എഫ്.എ അംഗീകൃത ഫുട്ബോൾ അസോസിയേഷന്റെ നിലവിലെ ഭാരവാഹികളായ ഡിഎഫ്എയുടെ പ്രസിഡന്റും സെക്രട്ടറിയും അനധികൃത ഫുട്ബോൾ സംഘടനയ്ക്കായി ഇരട്ടവേഷം അണിയുകയാണെന്നും ആക്മി ക്ലബ് ആരോപിക്കുന്നു. ഒരു നിയമത്തിന്റെ പിൻബലമില്ലാതെ 3000 രൂപ സംഭാവനയായി ഈ വിദ്യാർത്ഥികളായ കളിക്കാരിൽ നിന്ന് വാങ്ങിയിട്ടാണ് ഇവര് ഈ കളിക്കാരെ സസ്പെൻഷൻ പിരിവിക്കുന്നത്. അത് 6 മാസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ കളിക്കാനുള്ള അവസരം പോലും നഷ്ടപ്പെട്ടു. കുറെ കളികൾ, അതിലൊരു കളിക്കാരൻ ഈ സസ്പെൻഷൻ അത് നമ്മുടെ ക്ലബിന്റെ നിരന്തരമായ ശ്രമത്തിന്റെ ഫലമായാണ് കെ.എഫ്.എ അധികൃതർ ഇവരോട് നിർബന്ധിച്ചിട്ട് ഇവരെങ്ങനെയും വഴങ്ങുന്നില്ല കുട്ടികളെ സസ്പെൻഷൻ പിൻവലിക്കാൻ വേണ്ടി. അവരുടെ നിരന്തരമായ സമ്മർദ്ദത്തിന്റെ ഫലമായുമാണ് ഇവരത് പിൻവലിച്ചത്. അന്നേരം പിൻവലിച്ചത് കൊണ്ട് ഇതിലെ ഒരു കളിക്കാരന് ഇന്ത്യൻ ടീമിൽ ബീച്ച് ഫുട്ബോൾ സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഡിഎഫ്എ പ്രസിഡന്റിനെ ചെറുവത്തൂരിലെ സ്വന്തം ക്ലബിനെതിരെ കളിക്കുന്ന ടീമുകൾക്കും കളിക്കാർക്കുമെതിരെ നിസ്സാര കാര്യങ്ങൾ ഉണ്ടാക്കി സസ്പെൻഷൻ നടപടികൾ എടുത്ത് വിജയമുണ്ടാക്കാൻ ശ്രമം നടത്തുകയാണെന്നും കഴിഞ്ഞ വർഷം ഉദുമയിലെ ബാജിയോ ഫാൻസ് ടീമിനെതിരെയും ഇത്തവണ തൃക്കരിപ്പൂർ ആക്മി ക്ലബിനെതിരെയും എടുത്ത നടപടികൾ പരിശോധിച്ചാൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാണെന്നും അവർ പറഞ്ഞു. ആക്മി ക്ലബിലെ സൈൻ ചെയ്ത 22 കളിക്കാർക്കെതിരെ സസ്പെൻഷൻ നടപടിയെടുത്ത് 6 മാസം കഴിഞ്ഞ് പിൻവലിക്കാൻ ഓരോ കളിക്കാരനും 3000 രൂപ വീതം ഡിഎഫ്എക്ക് നിർബന്ധ പിരിവ് നൽകേണ്ട ഗതികേട് ഉണ്ടായത് അങ്ങേയറ്റം ലജ്ജാകരമാണെന്നും ഇവർ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ക്ലബ് ഉപദേശക സമിതി ചെയർമാൻ സത്താർ വടക്കുംപാട്, സെക്രട്ടറി സി ഷൌക്കത്ത് അലി, വൈസ് പ്രസിഡന്റുമാരായ എ.ജി.സി. അസീസ്, വളപട്ടണം റഷീദ്, ജോയിന്റ് സെക്രട്ടറി ടി. ബാബു മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.